വീട്ടിലെ മഞ്ഞണിഞ്ഞ കാലം നേർത്ത തെന്നലായി പാറി വന്നു നീ മുത്തമിട്ട നേരം ഓർത്തിരുന്നുവോ പൈങ്കിളിനെ അറിഞ്ഞൊരു പുഞ്ചിരി നീ അറിഞ്ഞിടും മോഹമേ പെയ്തിറങ്ങുമോ മണ്ണില ചെല്ലുകൂളമേൽ മഴപ്പാടുകൾ കൈരവത്തിൻ്റെ ഗാനം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജാഥാക്കാരനാണല്ലേ? അതെ, ശരിക്കും. ഭഗവാനെ, പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഓട്ടം നീ തരണേ. എങ്ങോട്ടാ ചേച്ചി? ചിന്ദ്രനല്ലൂര്. ചേച്ചി, സ്ഥലം വലിയ പരിചയമില്ലല്ലോ. നേരെ പോയാ മതി, വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ചേട്ടാ, കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വല്ലാത്ത ബ്ലീഡിങ്. ഹോസ്പിറ്റലിൽ പോയെങ്കിൽ കൊള്ളായിരുന്നു. അതിന് ഡേറ്റ് ആയില്ലല്ലേ, പിന്നെന്ത്? ഇതല്ല, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. ചുമ്മാ. എന്റെ ചേട്ടാ, നിങ്ങൾക്കറിയാമോ ഒരു സ്ത്രീക്ക് എത്ര തവണയാണ് അവളുടെ ആയുസ്സിൽ ആർത്തവം ഉണ്ടാകുന്നത്? കണക്ക് പ്രകാരം ഏകദേശം 521 തവണയാണ്. നിങ്ങൾക്കറിയുമോ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എന്തുമാത്രം ബ്ലഡാണ് പോകുന്നതെന്ന്? പുരുഷന്മാർക്ക് ഇത് വല്ലതും അറിയണോ? പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തോ പേടി തോന്നുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമോ? ചേട്ടാ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട്? നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പൊയ്ക്കൊള്ളാം. അതുകൊണ്ടല്ല, പറ, എത്രമാത്രം ഇഷ്ടമുണ്ട്? ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട്, എൻ്റെ ജീവനേക്കാൾ. ശരി, എങ്കിലൊരു ചോദ്യം. ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ആദ്യം നമുക്കൊന്ന് ജീവിക്കാം, എന്നിട്ട് ചാവും. അതല്ല, പറ, ഞാൻ മരിച്ചു പോയാൽ? നീ മരിച്ചു പോയാൽ നീ അങ്ങ് എത്തുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പോരെ? നിന്നെ കൂടാതെ ആകാശത്തിൻ നിറമില്ലെന്ന് തോന്നുന്നു. മഴത്തുള്ളിയിൽ നിന്നെ കാണും മിഴികളിൽ നിറയും പൂമ്പാറ്റയെ ഹൃദയം ചൂടായി തീരുമ്പോൾ നിന്റെ പേരാണ് താളമാകുന്നതേ.
ചിരിച്ചു നീ നടന്നാൽ കാലം നിശ്ചലമാവും. ഹൃദയം പാടുന്ന ഈ പാട്ട് നിനക്കു മാത്രമാവും. നക്ഷത്രങ്ങൾ പൊഴിക്കുന്ന പ്രകാശം നിന്റെ ചുണ്ടിൽ തെളിയും. പൂമ്പാറ്റയെ ഹൃദയം ചൂടായി തീരുമ്പോൾ നിന്റെ പേരാണ് താളമാകുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. ഓടി എടുത്തിട്ടേ വരാൻ പറ്റൂ. വേറെ ഓട്ടോ വിളിക്കണ്ടല്ലോ, വെയിറ്റിംഗ് ചാർജ് ചെയ്യാൻ. ഇത് കുഴപ്പമില്ല. ചേട്ടാ വണ്ടി ഒതുക്കിയിട്ട് അതോ? വേണ്ട, എനിക്ക് മരണ വീടും അവിടുത്തെ അന്തരീക്ഷമൊക്കെ ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. ഹലോ, ആ എടി, എനിക്കൊരു ഓട്ടം കിട്ടി. ഞാൻ കുറച്ച് ലേറ്റാവും. നീ ഫുഡ് കഴിച്ചോ? ഓക്കെ. വൈഫിനെയാണോ വിളിച്ചത്? അതെ, ഇതിപ്പം വന്ന് കയറി. ഞാനിപ്പോൾ ഓട്ടോ ഒന്നും പോകണില്ല, ഞാൻ മരണ വീട്ടിൽ വന്നതാ. എനിക്ക് ഓട്ടോ ഒന്നും പോകണ്ട. ചേട്ടൻ പറഞ്ഞതുപോലെ മരണ വീട്ടിൻ്റെ മണം എനിക്കും പിടിക്കില്ല. ചേട്ടൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ, അത് ശരി. അത് കഴിയുന്നത് വരെ എനിക്ക് ചേട്ടനോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാമല്ലോ. അപ്പോൾ കൂടെ വന്നവരൊക്കെ എല്ലാവരും അകത്തുണ്ട്. നമുക്ക് രണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ഓട്ടം വന്നതല്ലേ, ഓടിയെടുത്ത് കഴിഞ്ഞാൽ അവരെന്നെ തിരക്കും. ഇപ്പോഴൊന്നും എടുക്കില്ല. ചേട്ടൻ പറ. ഈ ചേട്ടാവിളി കേൾക്കുമ്പോൾ എൻ്റെ അനുജത്തി ഓർമ്മ വരുന്നു. ഇക്കാലത്തൊക്കെ ഒരാളോട് അടുത്ത് പെരുമാറുമ്പോഴുള്ള അവസ്ഥ ചേട്ടൻ അറിയാമല്ലോ. പക്ഷേ ചേട്ടൻ്റെ നല്ല മനസ്സിന് നന്ദി. ഇപ്പോഴൊക്കെ മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റോസ്റ്റ് ചെയ്യുന്ന കാലമാണ്. അവർക്ക് കാശ് കിട്ടും, പക്ഷേ പൊലിഞ്ഞു പോണത് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവൻ്റെ ജീവിതമായിരിക്കും. ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടുന്ന ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളല്ലേ. സത്യത്തിൽ ദൈവങ്ങളൊക്കെ വെറുതെ അല്ലേ? മനുഷ്യൻ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. ചിലപ്പോൾ അങ്ങനെ ആവാം, അറിയില്ല. ഈ വർത്തമാന കാലത്തിൽ കുറച്ച് ജീവിതാനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഏതൊരവസ്ഥയും അവനവന് വരുമ്പോഴേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ഒന്ന് ചിന്തിച്ചാൽ പറഞ്ഞതിലും കാര്യമുണ്ട്. അവിടെ ബോഡി എടുത്തതെന്തോ വല്ലാത്തൊരു വിധിയായിപ്പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പണത്തിനും സ്വാധീനത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദൈവം പോലും കൈവിട്ട് കളഞ്ഞല്ലോ. ഡേ, കഴിഞ്ഞില്ല. ഞാൻ വിളിക്കാം, നീ വച്ചോ. ആ വന്നോ? ഞാൻ വിചാരിച്ച എന്നെ പറ്റിക്കുമെന്ന്. വരും എന്ന് പറഞ്ഞ് ഞാൻ വരും. പിന്നെ എങ്ങനെ വരണമെന്ന ചിന്തയിലായിരുന്നു. അതാ ഇത്തിരി ലേറ്റായി പോയെ. ഇതാരാ? ഇതെന്റെ കെട്ടിയനാണ്. നിനക്ക് മരണ വീട് ബോറടിച്ചോ? എന്താ അവിടെ ഒരു നിലവിളി? ഓടി എടുത്തോ ആവോ? എന്താടാ?
ആ ചെക്കൻ കയറി തൂങ്ങിയാണ്. ഏത് ചെക്കൻ? ആ മരിച്ചെടുക്കുന്ന പെണ്ണിന്റെ ഭർത്താവ്. ഇപ്പോഴൊന്നും പോക്ക് നടക്കില്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജാഥാക്കാരാണല്ലേ? അതെ, ശരിക്കും. എന്നിരുന്നാലും മറ്റുള്ളവർ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളുടെ താങ്കളുടെ ജീവിതം കടന്നു പോകും. അത് കഴിയുമ്പോൾ താങ്കളുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകും. എല്ലാം ശരിയാവും. ഈശ്വരോ രക്ഷ. ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടുന്ന ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കി. സത്യത്തിൽ ദൈവങ്ങളൊക്കെ വെറുതെ അല്ലേ? മനുഷ്യൻ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നോട് എത്ര മാത്രം സ്നേഹമുണ്ട്? നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പൊയ്ക്കൊള്ളാം. ഇതെന്റെ കെട്ടിയവനാണ്. നീ അങ്ങ് എത്തുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പോരെ? കണ്ണ തുറന്നാലിന്നും നീയോ എന്നാലോ ചിലിനിലയിൽ തൂങ്ങുന്ന തുള്ളി പോലെ ഞാൻ നിന്നിൽ വീണാലോ ചുവന്ന പുലരിയിൽ കണ്ണ തുറന്ന